മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അതായത് ഇവിടെ പറയാണ്, ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യന്മാർക്ക് ആപത്തൊഴിഞ്ഞ സമയം ഉണ്ടാവില്ല. എപ്പോഴും നമുക്ക് ഇന്ദ്രിയങ്ങളെ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, അവയെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചാൽ എന്താ കുഴപ്പം? അവന് ദുഃഖങ്ങളെ ഉണ്ടാവും. അതിന് ഉദാഹരണം ഭാഗവതത്തിൽ പറയും പോലെ പറയാണ്, ശബ്ദം കേട്ടിട്ട് മൃഗങ്ങൾ ആപത്തിൽ പോയി ചാടി മരിച്ചു വീഴുന്നു. രസത്തിന്റെ പിറകെ പോയി ഓരോ മീനുകള് എന്ത് ചെയ്യുന്നു? ചൂണ്ടയിൽ കുരുങ്ങുന്നു. അതുപോലെ ശലഭങ്ങൾ അഗ്നിയിൽ വന്ന് വീണ് മരിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാ, ഭാഗവതം അറിയുന്നത് കൊണ്ട്. ഹേ രാവണ, ജ്ഞാനിയായ അങ്ങേക്ക് അറിയാം ഇതൊന്നും ശരിയല്ല എന്ന്. എന്നിട്ടും അങ്ങയുടെ മനസ്സിൽ അതങ്ങ് മുഴുകിപ്പോവാണ്. എന്ത്? ഇന്ദ്രിയ സുഖം. അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടാണ് അങ്ങേക്ക് ഇതെല്ലാം തോന്നുന്നത്. ഇതൊന്നും മാറ്റാൻ ആർക്കും കഴിയില്ല. നമ്മളെന്താ പറയാ? ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള. അതെന്നെ ഇവിടെ ഉണ്ടായത്. കുംഭകർണൻ കൈയൊഴിഞ്ഞു, പറഞ്ഞിട്ടൊന്നും കാര്യം ഇല്ല. വിജ്ഞാനം നേടിയ ദിവ്യന്മാർക്ക് പോലും ഇന്ദ്രിയ സുഖത്തിന് പിറകെ പോയി കഴിഞ്ഞാൽ ആപത്ത് വരും. പിന്നെയാണോ രാക്ഷസനായ അങ്ങേക്ക് അതുകൊണ്ട് അങ്ങ് ചെയ്തതെല്ലാം അന്യായമായിരുന്നു എന്ന് പറയാം. അതുമാത്രമല്ല, അന്യായമായ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ നാട്ടുകാർക്ക് കൂടി ആപത്ത് വരുത്തി വെച്ചത് എത്ര ദോഷാണെന്നറിയോ? ഇനിയിപ്പോൾ ഇത്രയും പേര് വധിക്കപ്പെട്ടു. 1/4 ഭാഗം ആര് കൊന്നു? ഹനുമാൻ കൊന്നു. ഇനിയും യുദ്ധം നടന്ന രാജ്യത്തുള്ള എല്ലാ വ്യക്തികളും മരിച്ചു പോകും. അതുകൊണ്ട് ഇന്ദ്രിയ സുഖത്തിന് പിറകെ നമ്മൾ പോയാൽ ആപത്തേ വരൂ.